ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായി കാണണം. നമ്മളെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ഓരോ പോയിൻ്റ് ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ നമ്മളെ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അടുക്കളയൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുക, ആ ഒരു ബേഡ് സ്മെല്ലൊക്കെ പോകാൻ പെട്ടെന്ന് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം നമ്മൾ പണിയിലേക്ക്, എന്താ പറയുക, രാവിലെ തന്നെ ഇഷ്ടംപോലെ പണിയായിരിക്കുമല്ലോ. ഇന്ന് ആട്ടമാവിൻ്റെ ദോശയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പുറത്ത് കുറച്ചധികം ജോലിയുള്ള കാരണം ആട്ടമാവിൻ്റെ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് നല്ല അടിപൊളി ചെറുപയറിൻ്റെ കറിയും ഉണ്ടാക്കുന്നുണ്ട്. ചെറുപയറൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റി പൊടികളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വെന്ത ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്ത് ഇഷ്ടംപോലെ ജോലി, എന്താ പറയുക, എങ്ങോട്ട് നോക്കിയാലും ജോലികളാണ്. ഇന്ന് കരിയില ഫുള്ള് വീണ് കിടക്കുന്നുണ്ട്. 2 ദിവസമായി നമ്മളെ ബേക്കൊക്കെ അടിച്ചു വാരിയിട്ട്. ഒരു മരം നന്നായി ഇല കൊഴിയുന്നുണ്ട് കേട്ടോ. മുള്ളൻകൈനി എന്ന് പറയുന്ന ഒരു മരമാണ്. അത് ഫുള്ള് ഇല കൊഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അടിച്ചു വാരി നമ്മൾ ഒരു ബക്കറ്റിൽ നിറച്ച് കൊടുക്കുകയാണ്. കുറച്ച് മുന്നേ കൂവ നട്ടിരുന്നത് അതങ്ങോട്ട് ഫുള്ളും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് വലിയൊരു ഹോളാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്, വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അതിലേക്കൊരു കല്ല് ഇട്ട് കൊടുത്തതിന് ശേഷം കരിയില ഫുള്ള് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ ചെടികൾ വെച്ചിരുന്നു. ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തത് കാരണം ബക്കറ്റൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2-3 ബക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ബക്കറ്റിലും കരിയില നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിൽ നന്നായി ഒരു 3/4 ഭാഗം നന്നായി നിറച്ച് കൊടുത്തിട്ടുണ്ട്. അമർത്തി നന്നായി കൊടുത്തതിന് ശേഷം ഒരു മരക്കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മണ്ണും മണലും എല്ലാം കൂടി ചേർന്നൊരു ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചളിമണ്ണ് പറ്റില്ല. അപ്പോൾ കുറച്ചധികം മണലും ഒക്കെ ചേർക്കണത് ഏറ്റവും നല്ലതാണ്. നമ്മളിതിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ് നടുന്നത്. അപ്പോൾ അതിന് നല്ല വെള്ളം വാർന്നു പോകേണ്ട രൂപത്തിൽ വേണം മണ്ണിട്ട് കൊടുക്കാൻ. നമ്മൾ കുറച്ച് മുന്നേ വേര് പിടിപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വേര് പിടിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തൈകളാണ് വെച്ച് കൊടുക്കുന്നത്. വേരൊന്നും പൊട്ടാതെ തന്നെ അത് എടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റിലൊരു ഫ്രൂട്ടും കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല റെഡ് കളറിലില്ല, എന്താ പറയുക, ഇത്രയും ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വെക്കാൻ ഒരുപാടങ്ങ്, എന്താ പറയുക, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഒരു ബക്കറ്റിലോ അതുപോലെ നമ്മളെ വീട്ടിൽ ചാക്കിലോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളത് കയറിപ്പോകാനൊരു താങ്ങ് എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ 2-3 ബക്കറ്റിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ 1-2 ബക്കറ്റ് അങ്ങനെ നിറച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ചും കൂടെ തൈകളുണ്ട്. ആർക്കെങ്കിലും തൈ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കൊണ്ടുപോവാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മറിയാതിരിക്കാൻ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വലിയ കല്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുകയും ചെയ്യുക.
നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് കേട്ടോ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടിച്ചു വാരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ പെൻസിലും പെന്നൊക്കെ വെക്കുന്ന ഒരു പാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് മുൻപ് അതിൽ ചെടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് എന്താ പറയുക പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി നമ്മളതിലൊരു ചെടി നട്ട് കൊടുക്കുന്നുണ്ട്. പാത്രമൊക്കെ കഴിയുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണും മണലും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിപൊളിയൊരു ചെടിയാണ് വെച്ച് കൊടുക്കുന്നത്. എത്ര ചെറിയ പാത്രമാണെങ്കിലും നമ്മൾ ചെടി ഭംഗിയുണ്ടെങ്കിൽ നല്ലൊരു കാണാനൊരു കൗതുകം തന്നെയാണ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.